മെയ് 21 രാജീവ് ഗാന്ധി സ്മൃതി ദിനം. ഇന്ത്യയുടെ 6ാമത്തെ പ്രധാനമന്ത്രിയും ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയും 1984-89 കാലയളവിലെ പ്രധാനമന്ത്രിയുമായിരുന്ന രാജീവ് ഗാന്ധി 1991 പൊതു തെരഞ്ഞെടുപ്പ് പ്രചരണവേളയിൽ തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂരിൽ വെച്ചുണ്ടായ ഭീകരരുടെ ആത്മഹത്യാ ബോംബ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 1991 മെയ് 21 1944 ഓഗസ്റ്റ് 20 ഇന്ദിരാഗാന്ധിയുടെയും ഫിറോസ് ഗാന്ധിയുടെയും മകനായി മുംബൈയിൽ ജനിച്ച രാജീവ് ഗാന്ധി ലണ്ടനിൽ ഉന്നത വിദ്യാഭ്യാസം കഴിഞ്ഞ് 1968 എയർ ഇന്ത്യയിൽ പൈലറ്റായി ജോലിയിൽ പ്രവേശിച്ചു. സജീവ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്ന അനുജൻ സഞ്ജയ് ഗാന്ധി 1980 വിമാനാപകടത്തിൽ മരിച്ചതോടെ രാഷ്ട്രീയത്തിലും നിത്യജീവിതത്തിലും മാതാവായ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ സഹായിക്കാനായി രാഷ്ട്രീയത്തിലിറങ്ങുകയും പാർലമെൻറ്റ് അംഗമാവുകയും ചെയ്തു. 1984 ഒക്ടോബർ 31 പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി സ്വന്തം അംഗരക്ഷകരാൽ വെടിയേറ്റു മരിച്ച സാഹചര്യത്തിൽ രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. 1984 പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വൻ ഭൂരിപക്ഷം നേടി രാജീവ് ഗാന്ധി രണ്ടാമതും പ്രധാനമന്ത്രിയായി. 1989 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെടുകയും രാജീവ് ഗാന്ധി പ്രതിപക്ഷ നേതാവാവുകയും ചെയ്തു. അന്നത്തെ സർക്കാരിന് കാലാവധി തേയ്ക്കാനാവാതെ 1991 വീണ്ടും പൊതു തെരഞ്ഞെടുപ്പ് വന്നു. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്നുറപ്പായിരുന്ന ആ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്കിടയിലാണ് മെയ് 21 രാജീവ് ഗാന്ധി കൊല്ലപ്പെടുന്നത്. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ വലിയ പുരോഗതി ഉണ്ടായ ഒരു കാലമായിരുന്നു രാജീവ് ഗാന്ധിയുടെ ഭരണകാലം. ഇന്ത്യയിലെ വോട്ടവകാശത്തിനുള്ള പ്രായം 21 നിന്ന് 18 അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ്. ഇറ്റലി സ്വദേശിയായ സോണിയാഗാന്ധി ഭാര്യയും രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവർ മക്കളുമാണ്. 1991 മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന നൽകി രാജ്യം ആദരിച്ചു. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഓഗസ്റ്റ് 20 സദ്ഭാവനാ ദിനമായും ചരമദിനമായ മെയ് 21 ദേശീയ ഭീകരവിരുദ്ധ ദിനമായും ആചരിക്കുന്നു. ബാരിസ്റ്റർ GP പിള്ള ചരമദിനം. തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്ന കോൺഗ്രസ് ദേശീയ നേതാവും പ്രമുഖ പത്രാധിപരുമായിരുന്ന ബാരിസ്റ്റർ G. പരമേശ്വരൻ പിള്ള എന്ന GP പിള്ള 1903 മെയ് 21 അന്തരിച്ചു. 1864 ഫെബ്രുവരി 26 തിരുവനന്തപുരത്ത് ജനിച്ച അദ്ദേഹം തിരുവനന്തപുരം മഹാരാജാസ് കോളേജിലെ വിദ്യാഭ്യാസത്തിനു ശേഷം ഇംഗ്ലണ്ടിൽ പോയി ബാരിസ്റ്റർ ബിരുദം നേടി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണ കാലം മുതൽ അതിൽ സജീവമായി പ്രവർത്തിച്ചു. 1894 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സെക്രട്ടറിയായി. ഇന്ത്യയിലെ ആദ്യകാല ഇംഗ്ലീഷ് പത്രങ്ങളിൽ ഒന്നായ മദ്രാസ് സ്റ്റാൻഡേർഡിൻ്റെ പത്രാധിപരായിരുന്നു. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ ലോകശ്രദ്ധയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ GP പിള്ള അതിനു വലിയ പിന്തുണ നൽകിയിരുന്നു. ഇത്തരം കാര്യങ്ങളിൽ ഗാന്ധിജി തൻ്റെ ആത്മകഥയിൽ അദ്ദേഹത്തെ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. തിരുവിതാംകൂറിലെ സർക്കാർ സർവീസിൽ അന്യദേശക്കാരായ ബ്രാഹ്മണർ ആധിപത്യം പുലർത്തുന്നതിനെതിരായും മലയാളികൾക്ക് അർഹമായ പ്രാതിനിധ്യം നൽകണമെന്ന് ആവശ്യപ്പെട്ടും 1891
ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട മലയാളി മെമ്മോറിയലിൻ്റെ ബുദ്ധികേന്ദ്രം GP പിള്ളയായിരുന്നു. ഇത്തരത്തിൽ തിരുവിതാംകൂറിലെ ആദ്യത്തെ കോൺഗ്രസ് നേതാവ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സെക്രട്ടറി സ്ഥാനം വഹിച്ച ആദ്യ തിരുവിതാംകൂറുകാരൻ, ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെടുന്ന മലയാളി മെമ്മോറിയലിൻ്റെ ഉപജ്ഞാതാവ്, ആധുനിക തിരുവിതാംകൂറിലെ രാഷ്ട്രീയ വിപ്ലവങ്ങളുടെ പിതാവ്, കേരളത്തിൻ്റെ രാഷ്ട്രീയ ഗുരു തുടങ്ങി അനവധി വിശേഷണങ്ങളുള്ള GP പിള്ള രോഗബാധയെ തുടർന്ന് 1903 മെയ് 21-ന് 39-ാം വയസ്സിൽ അന്തരിച്ചു. സുന്ദർലാൽ ബഹുഗുണ ചരമദിനം. ഹിമാലയൻ മലനിരകളിലെ മണ്ണും മരങ്ങളും സംരക്ഷിക്കാൻ ജീവിതം സമർപ്പിച്ച ഗാന്ധിയനും പരിസ്ഥിതി പോരാളിയും ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ നേതാവുമായിരുന്ന സുന്ദർലാൽ ബഹുഗുണ 2021 മെയ് 21-ന് അന്തരിച്ചു. 1927 ഉത്തരാഖണ്ഡിലെ തെഹ്രിക്ക് സമീപമുള്ള മരോദ ഗ്രാമത്തിൽ ജനിച്ച അദ്ദേഹം സമൂഹത്തിലെ തൊട്ടുകൂടായ്മയ്ക്കെതിരെ ഗാന്ധിയൻ മാർഗത്തിൽ സമരം ചെയ്തുകൊണ്ടാണ് സാമൂഹ്യ പ്രവർത്തന രംഗത്തേക്കിറങ്ങിയത്. പിൽക്കാലത്ത് ഹിമാലയൻ മലനിരകളിലും വനങ്ങളിലുമായി 4700 കിലോമീറ്ററോളം കാൽനടയായി യാത്ര ചെയ്ത് വനസംരക്ഷണത്തിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുകയും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്കായി ജീവിതം സമർപ്പിക്കുകയും ചെയ്തു. 1981-ൽ പത്മശ്രീ ബഹുമതിയും 2009-ൽ പത്മവിഭൂഷൺ ബഹുമതിയും നൽകി രാജ്യം ആദരിച്ചു. വന്ദന ശിവ, മേധാ പട്കർ എന്നിവർക്കൊപ്പം ചേർന്ന് എഴുതിയ ഇന്ത്യാസ് എൻവയോൺമെൻറ്റ് മിത്ത് ആൻഡ് റിയാലിറ്റി എന്ന പുസ്തകമുൾപ്പെടെ 5 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്.